ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമമഹത്വമുണ്ടാകട്ടെ. പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്ന ദൈവത്തിൻ്റെ വചനം എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ദൈവവചനത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒന്നാണ് തിരഞ്ഞെടുപ്പ് എന്നുള്ളത്. നല്ല തിരഞ്ഞെടുപ്പുകളിൽ അനുഗ്രഹം പ്രാപിച്ച അനേക ആളുകളെ ദൈവവചനത്തിൽ കാണാം. അതുപോലെ തന്നെ തെറ്റായ തിരഞ്ഞെടുപ്പുകളിൽ കുഴങ്ങിപ്പോയ, തകർന്നുപോയ ആളുകളെയും ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവവചനത്തിൻ്റെ ആരംഭത്തിൽ ഒരു മനുഷ്യനുണ്ട്, കയീൻ എന്നാണ് അവൻ്റെ പേര്. ദൈവം അവനോട് പറയുന്നൊരു വാക്കുണ്ട്, കയീനെ, പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. ഹാബേലും കയീനും കഴിക്കുന്ന യാഗം, അതിൽ ഹാബേലിന്റെ യാഗത്തിൽ യഹോവ പ്രസാദിക്കുന്നു, കയീന്റെ മുഖം വാടുന്നു. കയീന് ദൈവം കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ്, എന്നാൽ ആ മുന്നറിയിപ്പ് അവൻ സ്വീകരിക്കുന്നില്ല. അവൻ്റെ മനസ്സിൽ വളരെ തെറ്റായ ഒരു ചിന്തയുണ്ടാകുന്നു. തൻ്റെ അനുജനായ ഹാബേലിനെ കൊല്ലണമെന്നുള്ള ആ തെറ്റായ വിചാരത്തെ ദൈവം മുന്നേ പറഞ്ഞു കൊടുക്കുന്നു, നീ അത് ചെയ്യരുത്, പാപം വാതിൽക്കൽ കിടക്കുന്നു. അങ്ങനെ ഹാബേലിനെ കൊന്ന് അവൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തിൽ നിന്ന് അകന്ന് ഉഴന്ന് പോകുന്ന ഒരു വ്യക്തിയായി തീർന്നു. നോക്ക്, അവന് തിരഞ്ഞെടുക്കുവാൻ അവസരം ദൈവം കൊടുത്തതാണ്. പക്ഷെ ആ തിരഞ്ഞെടുപ്പിൽ അവൻ പരാജയപ്പെട്ടുപോയി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. രൂത്തിന്റെ പുസ്തകത്തിൽ 4 തിരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ 4 തീരുമാനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ 4 തീരുമാനങ്ങളിൽ ഒന്നാമത്തെ തീരുമാനം എലീമേലെക്കിൻ്റെ. അവനെടുക്കുന്ന തീരുമാനം, ബെത്ലഹേമിൽ ഒരു വലിയ ക്ഷാമമുണ്ടാകുന്നു, ആ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവൻ മോവാബിലേക്ക് പോകുവാൻ എടുക്കുന്ന തീരുമാനം. തൻ്റെ ഭാര്യയെയും 2 ആൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആ കുടുംബത്തിലെ നാഥനെടുക്കുന്ന തീരുമാനം. നമുക്കറിയാം, ആ തീരുമാനം പാളിപ്പോയൊരു തീരുമാനമായി. ആ തെരഞ്ഞെടുപ്പ് പാളിപ്പോയൊരു തെരഞ്ഞെടുപ്പായിരുന്നു. എന്നാൽ മോവാബിലെ രൂത്ത് ഒരു തീരുമാനമെടുക്കുന്നു, ഞാൻ മോവാബ് വിട്ട് എൻ്റെ അമ്മാവിയമ്മയായ നവോമിയോട് കൂടെ ചേർന്ന് അപ്പത്തിൻ്റെ ഭവനമായ ബേത്ലഹേമിലേക്ക് ഞാൻ പോകും എന്ന് അവളെടുക്കുന്ന ഒരു തീരുമാനം തികച്ചും അവളുടെ ജീവിതം മാറ്റിമറിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വംശപാരമ്പര്യം എഴുതുമ്പോൾ അവളുടെ പേര് രേഖപ്പെടുത്തുവാനും ഇടയായി തീർന്ന അനുഗ്രഹീതമായൊരു തീരുമാനമായിരുന്നു എന്നതും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ മോശയുടെ ഒരു തീരുമാനത്തെക്കുറിച്ചാണല്ലോ ധ്യാന ചിന്തയിൽ എടുക്കുവാനായിട്ട് നമ്മൾ വായിക്കുന്നത്. മോശ താൻ വളർന്നപ്പോൾ, മുതിർന്നപ്പോൾ, ചെറുപ്പത്തിലല്ല മുതിർന്നപ്പോൾ. ഹല്ലേലൂയ. ഈ തീരുമാനം മോശ എടുക്കുമ്പോൾ മോശ ഒരു ചെറിയ കുട്ടിയല്ല. വ്യക്തമായ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ഒരാളാണ്.
ഒന്നുകൂടെ പറഞ്ഞാൽ, ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് സകലവിധ ജ്ഞാനവും അഭ്യസിച്ച മനുഷ്യന് അവനാണ് എടുക്കുന്ന തീരുമാനം, ഞാൻ ഫറവോന്റെ പുത്രിയുടെ മകനാകണമോ അതോ ഇസ്രായേലിനെ രക്ഷിക്കുന്ന ഹല്ലേലൂയ ഒരു രക്ഷകനായി നിൽക്കണമോ എന്ന്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, സ്തോത്രം, അവൻ കൊട്ടാരത്തിൽ വളരുമ്പോൾ തന്നെ അവൻ അറിയാൻ, ഞാനൊരു എബ്രായ മനുഷ്യനാണ്, ഞാൻ എബ്രായയുടെ ഒരു കുട്ടിയാണ് ഞാൻ. പക്ഷെ അവനാ എബ്രായയുടെ കുട്ടി എന്ന പേര് അല്ല പദവി ഒക്കെ മറന്നിട്ട് രാജകീയ സുഖസൗകര്യങ്ങൾ, അടുത്ത ഫറവോ ആകുവാനുള്ള ആ അവസരങ്ങളെ ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ അവിടെ ആ തീരുമാനത്തിൽ 2-3 പദങ്ങൾ കിടപ്പുണ്ട്. ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുക. യഥാർത്ഥമായി അവിടെ പറയുന്നത് ആക്ഷരികമായ ഒരു കഷ്ടത തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ അടിമപ്പണി ചെയ്ത്, അടിമവേല ചെയ്ത്, കട്ടച്ചൂളയിൽ പണിയെടുക്കുന്ന ഒരുവനായി എനിക്ക് മാറുന്നത് എന്നുള്ള ചിന്ത തന്നെയാണ് അവിടെ വരുന്നത്. എന്ന് വെച്ചാൽ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന പദവി ഉപേക്ഷിച്ചിട്ട് തൻ്റെ ജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്ന തിരഞ്ഞെടുക്കുവാൻ, അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ഒരു മനുഷ്യനെടുക്കാൻ അത്ര ഈസിയർ ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ തിരഞ്ഞെടുപ്പിന്റെ ആരംഭമാണ് നമ്മൾ കാണുന്നത്. അവൻ ഒരു മിസ്രൈമിനെ കൊല്ലുന്നതൊക്കെ വെച്ചാൽ ഇസ്രായേലിനെ രക്ഷിക്കുവാൻ ഒരു ശ്രമദാനമാണ് അവിടെയൊക്കെ ചെയ്യുന്നത്. അവരെ ഉദ്ധരിക്കുക, അവരെ രക്ഷിക്കുക, അവരെ ഈ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക, അതൊക്കെ മനസ്സിൽ കിടന്ന് തള്ളുന്ന ഒരു ചിന്തയാണ്. അതാണ് അവനെ മിസ്രൈമിനെ അടിച്ചു കൊല്ലുവാനൊക്കെ പ്രേരിപ്പിച്ചത്. പക്ഷേ ദൈവം ഉദ്ദേശിച്ച വഴി മറ്റൊന്നായിരുന്നു എന്നത് സത്യമാണ്. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം മോശയുടെ ആ തിരഞ്ഞെടുപ്പ് ഏറ്റവും നല്ലതായിരുന്നുവെന്ന് ഇന്നുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും, അല്ലേ? നമുക്കത് മനസ്സിലാക്കുവാനിടയായിത്തീരും. പക്ഷെ അന്ന് മോശ ആ തീരുമാനം എടുക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അത് കഷ്ടതയുടെ വഴിയായിരുന്നു, വേദനയുടെ വഴിയായിരുന്നു, ദുഃഖത്തിൻ്റെ വഴിയായിരുന്നു. ഒരു ശ്രേഷ്ഠത അതിനകത്ത് കാണുവാൻ ഫിസിക്കലി അല്ലെങ്കിൽ ആ സമയത്ത് യാതൊന്നുമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ തെരഞ്ഞെടുപ്പാണ് മോശയെ മാറ്റിമറിച്ചത്, മോശയുടെ ജീവിതം മാറ്റിമറിച്ചത്. ഹല്ലേലൂയ. മോശ ആ തിരഞ്ഞെടുപ്പ് സ്വീകരിച്ചപ്പോൾ, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിലേക്ക് മോശ വന്നപ്പോൾ, ദൈവം അവനെ, ഹല്ലേലൂയ, സ്തോത്രം, ഇസ്രായേലിന്റെ വിടുതലിന് വേണ്ടി ഉപയോഗിക്കുന്ന വ്യക്തിയായി ദൈവം അവനെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ തീരുമാനം ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നുവെന്ന്, പ്രൈസ് ദി ലോർഡ്, നമുക്കിന്ന് മനസ്സിലാക്കുവാനായിട്ട്. അപ്പോൾ പ്രൈസ് ദി ലോർഡ്, മനുഷ്യന്റെ ജീവിതത്തിലെടുക്കുന്ന തീരുമാനങ്ങളാണ് അവന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ കാരണം. ജോസഫിന്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കണ്ണുപിടിച്ചാലും ഇതുപോലെ ഒരു കാണുന്ന ഒരു സന്ദർഭമുണ്ട്. യാക്കോബ് മരിച്ചു. തൻ്റെ സഹോദരന്മാരെല്ലാം ഭയപ്പെട്ടു പോയി. കാരണം ജോസഫ് അവരോട് പ്രതികാരം ചെയ്യുമെന്നൊക്കെ വിചാരിച്ചു. ജോസഫിൻ്റെ അടുക്കിലേക്ക് ചെന്ന് ജോസഫുമായി അവർ സംഭാഷിക്കുന്ന ഒരു സംഭാഷണം അവിടെ കാണാം. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാ. ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല, ഞാൻ നിങ്ങൾക്ക് ദോഷം ചെയ്യുകയില്ല, നമുക്ക് വേണ്ടി ദേശത്ത് ദൈവം ചില അനുഗ്രഹങ്ങൾ തരാൻ എന്നെ മുന്നമേ അയച്ചതേ ഉള്ളൂ. ദൈവമക്കളെ, വേണമെങ്കിൽ ജോസഫിന് പ്രതികാരം ചെയ്ത് എല്ലാവരെയും കൊന്നുകളയാമായിരുന്നു. പക്ഷേ ജോസഫിൻ്റെ തിരഞ്ഞെടുപ്പ് അങ്ങനെയല്ലായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തൻ്റെ സഹോദരന്മാർ തന്നോട് ചെയ്ത എല്ലാ ദ്രോഹങ്ങളും ക്ഷമിക്കാൻ ജോസഫിന് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ജോസഫ് പറയുന്നുണ്ട്, അതൊക്കെ നമ്മുടെ എല്ലാം നന്മയ്ക്ക് വേണ്ടി ദൈവം എന്നെ ഇങ്ങോട്ട് അയക്കുവാൻ നിങ്ങളതൊക്കെ ചെയ്തെന്നേ ഉള്ളൂ, അത് നമ്മുടെ ദോഷത്തിനായില്ല, നന്മയ്ക്കായി. അപ്പോൾ അവൻ്റെ തെരഞ്ഞെടുപ്പ് കണ്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. തൻ്റെ സഹോദരന്മാരെ കൂടെ പിടിച്ച്
ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ആ ദേശത്ത് അനുഗ്രഹിക്കപ്പെടുവാൻ, ഉയർത്തപ്പെടുവാൻ ചേർന്ന് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെയും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. ഞാനിവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഇന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്താണ്? പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് സ്വീകരിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ നമുക്ക് ദൈവം നല്ലൊരവസരം തന്നിരിക്കുമ്പോൾ, കർത്താവിലേക്ക് വന്നു കഴിയുമ്പോഴാണ് സകല അനുഗ്രഹത്തിനും നമ്മൾ പാത്രീഭൂതരായിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്താ തിരഞ്ഞെടുക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് ചേർന്ന് നിന്ന് ഈ ഭൂമിയിലെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ഒരു തീരുമാനമെടുക്കുന്നെങ്കിൽ മോശയെ പോലെ, ഹല്ലേലൂയ, സ്തോത്രം, അതേ ആ ജോസഫിനെ പോലെ, പ്രൈസ് ദി ലോർഡ്, രൂത്തിനെ പോലെയൊക്കെ ശ്രേഷ്ഠമേറിയ അനുഭവം നമുക്ക് ലഭിക്കുവാനായിട്ടിടയായിത്തീരും. നിത്യജീവനായി ഒരു തിരഞ്ഞെടുപ്പ് നമുക്കും ആവശ്യമുണ്ട് ദൈവമക്കളെ. ശരിയായ തിരഞ്ഞെടുപ്പ് ശരിയായ സമയത്ത് എടുക്കുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും നന്മയും ഉയർച്ചയുമായിരിക്കുമെന്ന് ഈ വാക്കുകളിലൂടെ പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ്, ഹല്ലേലൂയ, യേശുവിനെ ജീവിതത്തിൽ സ്വീകരിച്ച് നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് ഈ വചനങ്ങൾ നമ്മളെ നയിക്കട്ടെ. ആ അനുഗ്രഹം നമ്മൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ ഞങ്ങളുടെ കർത്താവേ, ദൈവജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തെരഞ്ഞെടുപ്പുകൾ തെറ്റിപ്പോയാൽ പാളിച്ചകളും പ്രതിസന്ധികളും ഉണ്ടാകും എന്ന് ഞങ്ങൾ കേട്ടു. എന്നാൽ ശരിയായ തെരഞ്ഞെടുപ്പ് അനുഗ്രഹത്തിലേക്കും നടത്തും. കർത്താവേ, ഈ വചനം കേൾക്കുന്ന ജനം ശരിയായ തെരഞ്ഞെടുപ്പുകളിലൂടെ നയിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കണം. അതിനായി അവരെ സഹായിക്കണം. തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് നാശത്തിലേക്ക് പോകുവാൻ ആരെയും അങ്ങ് അനുവദിക്കല്ലേ. കരുണയുള്ള കർത്താവ് ആ മേഖല ജനത്തെ അനുഗ്രഹിക്കുന്നോർത്ത് സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി സ്വീകരിക്കണേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജന തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.